ചത്തില്ല അല്ലേ? ഒരു നൂലിഴയ്ക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ, അല്ലെങ്കിൽ ചങ്ക് പൊളിഞ്ഞന്. കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. കൈപ്പഴ പറ്റി പാടില്ലായിരുന്നു. വണ്ടി ഏതാ നോക്ക്. പോലീസാ? SP രാമചന്ദ്രൻ നേരിട്ട് വന്നതാ. ഇരുത്താർ മാറിക്കോ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞും. ഇല്ല, അവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഒരു ചടങ്ങിന് പിടികൊടുക്കാം. അവർക്കൊരാളെ കിട്ടിയാ പോരെ, ഞാൻ പോവാൻ വലിയേട്ടാ. ഉറപ്പുണ്ടോ നിനക്ക്? മണിക്കൂറുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കിക്കോളാം. വാ. SP സാറ് നേരിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പ്രതിയുടെ അന്തസ്സിന് മാന്യത കൊടുക്കണമല്ലോ ഗിരി മുതലാളി. ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ അനിയൻ ജഗതൻ. പറഞ്ഞ അന്തസ്സും മാന്യതയൊക്കെ ഇവനും കൊടുക്കണം. ആര് പ്രതിയെന്ന് പറഞ്ഞ് കീഴടങ്ങുന്നുവോ അയാളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് നിയമം. പക്ഷേ പ്രതി വ്യാജനാണോ ഒറിജിനലാണോ എന്ന് ഞങ്ങളൊന്ന് നോക്കും. നോക്കിക്കോ. ദേഹത്ത് തൊട്ട് നോക്കാതിരുന്നാ നല്ല. പോലീസുകാരൻ്റെ കൈയും കാലും ഒന്നും വടിവാളിനെ തിരിച്ചറിയില്ലല്ലോ. വെട്ടിപ്പൂളി മുളക് തേക്ക് ഞാൻ. മറക്കണ്ട. ഒരു സെക്കൻഡ്, ഇതാ കൊടുക്കാം. നമസ്കാരം. വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലല്ലോ നാരായണൻ. എന്താ? ഓ, അങ്ങനെയാണോ? ശരി ശരി, വിളിക്കേ. കൊലപാതക ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗിരിയുടെ അനിയൻ ജഗതൻ പോലീസിന് സറണ്ടർ ചെയ്തു എന്ന്. ആ ചതി മനസ്സിലായോ പെരുമാൾപുരത്തുകാർക്ക്? എടോ, എല്ലാത്തിന്റെയും സൂത്രധാരനായ ഗിരിക്ക് രക്ഷപ്പെടാനാ ഇപ്പൊ ഈ അനിയൻ ചക്കനെ മുന്നിൽ നിർത്തിയത്. കാട്ടി വിറ്റ്നസ് അല്ലേ സാർ? ആരിവനോ? എടോ, ഇവന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ടാ ഒരുത്തൻ താനാണ് പ്രതിയെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അത് പോലീസിന് വിശ്വസിച്ചേ പറ്റൂ തൽക്കാലം. സംഗതി കോടതിയിലെത്തുമ്പോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക കൊലയാളിയും ഗിരിയുടെ അനിയനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാൻ ഈസി ആയിട്ട് സാധിക്കും. അല്ല, ഗിരിയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള അല്ലേ സത്യം? എന്റെ റാവുത്തരെ, ആ ഗിരി ഇപ്പൊ കളത്തിന് പുറത്താ നിൽക്കുന്നത്. അവനല്ലേ അകത്ത് കയറേണ്ടത്. അത് സാറ് പറഞ്ഞ ശരിയാ. അപ്പോ യഥാർത്ഥ പ്രതിയെ, അതായത് കാളിയാർ മഠം ഗിരി എത്രയും വേഗം അറസ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് എന്താ നമുക്ക് ചെയ്യാൻ കഴിയാ? പോലീസിന് പ്രഷർ കൊടുക്കണം. റൂറൽ SP ഓഫീസ് പെരുമാൾപുരത്തെ ആണും പെണ്ണും കുട്ടികളും ചേർന്ന് ഒരു ദിവസം ഉപരോധിക്ക്. അത് പത്രങ്ങളിൽ വാർത്തയാവട്ടെ, ടെലിവിഷൻകാർ വന്ന് കവർ ചെയ്യട്ടെ. അപ്പൊ മുകൾ തട്ടിന്ന് ഇളക്കം തുടങ്ങും. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ചെയ്തിട്ട് ശീലല്ലേ. സമരങ്ങളെ പുച്ഛിച്ച് നടന്നവരല്ലേ, ഇനി ശീലിച്ചു തുടങ്ങിക്കോ. ഇല്ലെങ്കിൽ നേതാവിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തവർ നെഞ്ചും വിരിച്ച് ഇതിലേ നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരിക, നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. ഇവിടെ ശ്രദ്ധിക്കൂ, എല്ലാവരും ഇരിക്കണം. നമ്മൾ സമാധാനപരമായി സമരം ചെയ്യാൻ വന്നതാണ്. എല്ലാവരും ഇരിക്കുക. വളണ്ടിപ്പോ ബസ് സ്റ്റാൻഡിന് അടുത്തല്ലേ? വളം പിന്നെയും വാങ്ങാം. കുഞ്ഞിക്കണ്ണ, നീ ചാക്ക് വളണ്ടിപ്പോയിൽ വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കോ. ഞാനും എത്തിയ. ശരി. നീതി കിട്ടും വരെ സമരം ചെയ്യും. ഒന്ന് നിർത്തൂ. ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ. സഖാക്കളെ, ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. വരും വരായികളെപ്പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടിവെക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു. ഒരായുസ് മുഴുവൻ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ, മരിച്ചെങ്കിൽ ഒരുപിടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ കണ്ണീർ വാർത്ത് ജീവിച്ച ഒരച്ഛൻ ഇവിടെ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല. ആരായിരുന്നു ആ സത്യമെല്ലാം മൂടിവെച്ചത്? അധികാരികൾ, നമ്മളെ ഭരിച്ചവർ. കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇദ്രിസേ, ഇവന് പണി കൊടുക്കേണ്ടി വരും. ഓടാ. ഇൻക്ലാബ് സിന്ദാബാദ്! പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്! കുഴപ്പമില്ല, മുദ്രാവാക്യം വിളി മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നാരായണനെ കാണട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഈ വധശ്രമത്തിന്റെ പുറകിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യണം. അതാണ് ആവശ്യം. അത് ന്യായം. കാരണം കാളിയാർ മഠം ഗിരിയാണല്ലോ സത്യത്തിൽ പ്രതി. അല്ല. അല്ലേ?
അല്ലെന്ന് ഞാൻ പറയുന്നു. ആരോ, എനിക്ക് മുൻപരിചയമില്ലാത്ത ആരോ ചിലർ. അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡി കിടക്കുന്ന ജഗതിനെ വിട്ടുകൊടുക്കാൻ ഏർപ്പാട് ചെയ്താൽ. നാരായണ, കാട്ടി സാക്ഷിയാണ്. ജഗതിനെ ഞാൻ ഇന്ന് വിടും, ഗിരിയെ പൊക്കുകയും ചെയ്യും. രാമേന്ദ്ര, താൻ ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് ആരോടും ഒരു പരാതിയില്ല. ഞാൻ എന്ത് പറയുന്നു അതായിരിക്കും കാട്ടിയുടെ മൊഴി. ഞാൻ എന്താ വേണ്ടത്? ആ കേസ് കെട്ടി കീറിക്കള. എന്നിട്ട് എൻ്റെ ആളുകളോട് തിരിച്ചു പോകാൻ പറ. പിക്കറ്റിങ്ങും ധർണയും ഇവരിതൊക്കെ ആരാ പഠിപ്പിച്ചത്? ഓഹോ, അവരങ്ങനെ പറഞ്ഞു. അപ്പോ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും. ആ ശരി ശരി. ആ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിക്കോ. മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ചെക്കന്മാരെ 4 പേരെ വിളിക്കണം. പിക്കറ്റിംഗ് ഉഷാർ ഉണ്ടാക്കാൻ പറ അവരോട്. ആ ശരി ശരി. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? സമാധാനപരമായ സമരം എന്നൊക്കെ പറയുന്നത് ഇതാണോ? സർ, കല്ലെറിഞ്ഞ് ഞങ്ങളല്ല, സമരം പൊളിക്കാൻ വന്ന ശത്രുക്കൾ ചെയ്ത പണിയാണിത്. സാറ് കണ്ടതല്ലേ ഞങ്ങൾ ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്? കല്ലെറിയാൻ വന്നാണെങ്കിൽ ഞങ്ങൾ അപ്പൊ തന്നെ ചെയ്യുമായിരുന്നില്ലേ? ഞാൻ നാരായണനെ കണ്ടിട്ടാണ് വരുന്നത്. അയാൾക്ക് ആരെക്കുറിച്ചും ഒരു പരാതിയില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി ആരെന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. മര്യാദയ്ക്ക് പിരിഞ്ഞു പോകണം. പരാതി ഇല്ലെന്ന് വെച്ചാ? ഇല്ലെന്ന് വെച്ചാ ഇല്ല, അത്ര തന്നെ. നാരായണനോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത്? അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാരായണന്റെ ദേഹത്ത് തറച്ച വെടിയുണ്ട ആകാശത്തോ മറ്റോ പൊട്ടി വീണതാണോ? ആരോടോ താൻ? ഞാൻ രമേശ, ഇവനെ പിടിച്ചാകത്തിട്. ഒന്ന് പിടിപോനേത് സാർ. ഞാൻ മണ്ണാർക്കാട്ടുനിന്ന് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചാക്ക് ഡിപ്പോയിലുണ്ട്. പണിക്കാരവിടെ കാത്തു നിൽക്കുക. ഇപ്പൊ തന്നെ വളം ഇട്ടില്ലെങ്കിൽ എന്റെ വാഴകളുടെ അവസ്ഥ താമോന് ഒന്ന് വഴി തരുമോ? പോലീസുകാർ അടി തുടങ്ങിയപ്പോ എല്ലാരും ഓടി. ഞാനവിടെ തന്നെ നിന്നു. ഒരു പോലീസുകാരൻ ലാത്തി ഓങ്ങിക്കൊണ്ട് എന്റെ നേരെ വന്നു. ഞാൻ അയാളോട് പറഞ്ഞു, അടിക്കണമെങ്കിൽ അടിച്ചോളൂ, പക്ഷേ സുപ്രീം കോടതി വരെ പോയി എന്നെ തൊട്ടവന്റെ കുപ്പായ ഞാൻ ഊരിക്കും. പോലീസുകാരൻ ഒറ്റ നിപ്പ ഇങ്ങനെ. പിന്നെ രാഘവേട്ടന്റെ ധൈര്യം ഭയങ്കരം തന്നെ. ഞാനിതത്ര കണ്ടതാ മോനെ. പക്ഷെ ആ പോലീസ് സൂപ്രണ്ട് വിവരമുള്ള മനുഷ്യനായിട്ടാ. എല്ലാം കഴിഞ്ഞപ്പോ എന്നെ വന്ന് പരിചയപ്പെട്ടു. ഞാൻ പഴയതോ നെക്ലൈറ്റ് ആണെന്നാ മൂപ്പര വിചാരം. കാര്യങ്ങൾ മനസ്സിലായപ്പോ എന്നെ മുറി വിളിച്ചുകൊണ്ട് ചായ ഒക്കെ കുടിപ്പിച്ചാ വിട്ടത്. നേരോ? പിന്നെ അല്ലാതെ പേടിച്ചോടാത്തവനെ എല്ലാവർക്കും പേടിയാടും. രാഘവേട്ടാ, നിങ്ങളെങ്ങനെ എത്ര പെട്ടെന്ന് എത്തി സാർ? 1 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആരാന്നറിയില്ല, എന്തിനീ ദ്രോഹം ചെയ്തു എന്നറിയില്ല. നിങ്ങളുടെ സ്ഥലമാണിത്? അതെ സാർ, എന്റെ കൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചതായത് അത്രയും. രാവും പകലും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി. ഈ സ്ഥലത്തിന്റെ ആധാരം ഉണ്ടെങ്കിൽ എടുക്കൂ. ആധാരം പേപ്പേഴ്സ് കയ്യിലുണ്ടോന്ന് ചോദിച്ചത്. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങണം. ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥരുടെ കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭൂമി കൈയേറ്റം ക്രിമിനൽ കുറ്റ. ഇറങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇറങ്ങാം സാർ.
3 മണിക്കൊരു ഫാസ്റ്റ് ഉണ്ട്. 2:30 ഇറങ്ങാം സാർ. വണങ്കാമുടിക്ക് ഒരു കയ്യബദ്ധം പറ്റിയെന്നുള്ളത് നേരാ. എന്ന് വെച്ച് ഇനി അഭ്യാസമായിട്ട് ഗിരി മുതലാളിയുടെ അടുത്ത് എങ്ങാനും വന്നാൽ ദേവർ മഠം നാരായണൻ വിവരം പറയും. ഹലോ, ആരാ? മൂപ്പിൽ കുഞ്ഞമ്പ് നായരെ ഒന്ന് കാണാനാ. ഇത് തന്നെയല്ലേ വീട്? വീടൊക്കെ ഇത് തന്നെ. എന്താണ് കാര്യം? നിങ്ങളാണോ കുഞ്ഞമ്പ് നായർ? ഞാനാണെങ്കിൽ അല്ല, അങ്ങനെ ബുദ്ധിമുട്ടാവണമെന്നില്ല. കേട്ടോ കുമാരാ, നീ പോയി ഗിരി വിളിച്ചിട്ട് വാ. ആ, അച്ഛനെ കാണാനല്ലേ? അല്ല, കുഞ്ഞമ്പ് നായരെ കാണാനാ. അതെ, ഞാൻ ഗിരി, മൂപ്പരുടെ മോന്. അകത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക, അച്ഛൻ്റെ പെങ്ങടെ മോളുടെ. അതൊന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് തിരക്കില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആയിക്കോട്ടെ. ഇവിടെ അടുത്ത തോപ്പിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. കുമാര, ചേട്ടൻ അവിടേക്ക് കൂട്ടിക്കൊള്ളൂ. ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം, ഇതൊന്ന് കഴിഞ്ഞിട്ട്. കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. കാണാലോ. കുമാര, ചേട്ടൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ ഒരു കുപ്പി തുറന്ന് ചേട്ടന് കമ്പനി കൊടുക്ക്. മതി, അങ്ങോട്ട് അടിയേട്ടാ. മതിയായിട്ടാ. അത് ചുമ്മാ, ആളെ കണ്ടാൽ അറിയാലോ, നല്ല ബെസ്റ്റ് കപ്പാസിറ്റിയാ. സുഖിപ്പിക്കുകയാണ്. നല്ലോണം സൂപ്പിക്കണം എന്ന് പറഞ്ഞാ ഗിരിമുതലാളി ഞങ്ങളെ കൂടെ വിട്ടത്. ആവശ്യത്തിനുള്ള സുഖമൊക്കെ ആയി. നിങ്ങൾ ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. അച്ഛന് നല്ല സുഖം പോരാ. എന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്താ വന്നതെന്ന്. നേരിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. സുഖം പ്രാപിക്കട്ടെ, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. നീ കാര്യം പറയടാ. എന്താ നിന്റെ പ്രശ്നം? ഇവിടെ തീർക്കാവുന്ന പ്രശ്നങ്ങളെ കാണൂ. നീ പറയടാ. ഭീഷണി ഒന്നും വേണ്ട. അച്ഛനോട് പറയാനുള്ള കാര്യങ്ങൾ അച്ഛനോട് തന്നെ ഞാൻ പറഞ്ഞോളാം. അതിന് നീ മൂപ്പരേനെ കണ്ടിട്ട് വേണ്ടേ? ആലി രാഘവൻ, എനിക്കറിയാം നിന്നെ. മണ്ണാർക്കാട്ടെ പറമ്പിൽ നീ കഴിഞ്ഞു കൂടുന്നതും എനിക്കറിയായിരുന്നു. അവിടെ നിന്ന് ഇറക്കി വിട്ട് ആ സ്ഥലം വിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാ. പിന്നെ വേണ്ട, ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോഴാണ് നീ നാരായണന് രക്തം ദാനം ചെയ്തതും പിന്നെ പെരുമാളുപുരത്തുകാരുടെ കൂടെ SPRPC ടിക്കറ്റ് ചെയ്തതും അറിയുന്നത്. ആരാ നീ? ദേവരമഠം നാരായണന്റെ സഹായിയോ അനുഭാവിയോ? ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. നേരിൽ കാണണമെന്നുള്ള ആഗ്രഹം സാധിച്ചത് പക്ഷേ അയാൾ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോഴായിപ്പോയി. രക്തം മാത്രമല്ല, എന്തു കൊടുത്തും ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചേനെ. നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നാരായണനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ നീയാണെന്ന കഥ നാട്ടിലെല്ലാരും പറയുന്നുണ്ട്. അത് സത്യമായിരിക്കുമെന്ന് നിന്നെ കണ്ടപ്പോ ബോധ്യായി. വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കരുത് എന്നൊരു നാടൻ ചൊല്ലുണ്ട്. അതുകൊണ്ട് വേണ്ടനെയാ, ആളെ വിടും. കൊണ്ടുപോയി എവിടെയെങ്കിലും കെട്ടി താത്തടാ നായിന്റെ മോനെ. എടുത്ത് പുറത്തേക്കിട്. ആ പാവം ഞങ്ങൾ ചെയ്യില്ല. കല്ലുകെട്ട് ഡാമിൽ താഴ്ത്തും. ചാവുന്നതും ചാവാതിരിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം. കല്ല് വെച്ച് കെട്ടടാ. വേഗം കെട്ടടാ. കാട്ടി. വേദന സംഹാരി. ജീവൻ രക്ഷിച്ചു. രക്തം തന്ന ഒരു ദിവസം നിങ്ങൾ എന്നെയും രക്ഷിച്ചു. വിതച്ചത് ഒരു നാൾ കൊയ്യാൻ കഴിയും സുഹൃത്തെ. കാളിയാർ മഠം ഗിരിയായിട്ട് എന്താണ്? അവനുമായിട്ടൊന്നുമില്ല. മൂപ്പിൽ കുഞ്ഞമ്പ് നായർ. പുള്ളിക്കാരനുമായിട്ട് എന്താ ബന്ധം? അച്ഛന്. അതെ, എനിക്ക് 10 വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം. നാട്ടിൽ കോളറ വന്നു പോയി, കൂട്ടത്തിൽ അമ്മയും പോയി. അതിനുശേഷം വല്ലപ്പോഴും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വരവും നിന്നു. ഒരു ദിവസം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്ന് എന്നെ പിടിച്ച് പുറത്താക്കി. കേരളശ്ശേരി അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ആരോ പറഞ്ഞത്, ചിറ്റൂര് പോടാ, പോയി അച്ഛൻ കുഞ്ഞമ്പ് നായരെ കാണാന്ന്. ചിറ്റൂരെത്തി. കാളിയാർ മടക്കാരുടെ കളത്തിൽ ചെന്ന് മൂപ്പരെ കണ്ടു.
വിറച്ച് വിറച്ച് അച്ഛാന്നൊന്ന് വിളിച്ചതേ ഓർമ്മയുള്ളൂ. ചെകിട്ടത്തൊന്ന് പൊട്ടി. ഓടടാന്നൊരളർച്ച. ഓടി. ഓട്ട അവസാനിച്ചത് പൊന്നാനിയില. പിന്നെ അങ്ങോട്ട് ഓടാൻ വയ്യല്ലോ, മുന്നിൽ കടലല്ലേ. അതെ, കടപ്പുറത്ത് വെച്ചാണ് അയമൂട്ടിക്കാനെ കാണുന്നത്. കൂടെ വരാൻ പറഞ്ഞു. മൂപ്പര വീട്ടിൽ താമസം, വയറ് നിറയെ ആഹാരം. അയമൂട്ടിക്ക പറഞ്ഞ പ്രകാരം പൊന്നാനി പള്ളിയിൽ പോയി. രാഘവൻ എന്ന പേരും ഓർമ്മയിലെ സങ്കടങ്ങളും അവിടെ അഴിച്ചു വെച്ചു. ആലി എന്ന രണ്ടാം ജന്മം അവിടെ തുടങ്ങി. സ്വർണം കടത്തിന് അയമൂട്ടിക്ക അകത്താകും വരെ ആ നല്ല കാലത്തിന് ആയുസ്സുണ്ടായിരുന്നു. പിന്നെ പല നാടുകൾ, മൈസൂരും മംഗലാപുരത്തും ഹോട്ടലുകളിൽ എച്ചിലെടുത്തു, ചുമടെടുത്തു. കണ്ടും തടിയും വന്നപ്പോൾ ഒരിക്കൽ കൂടി ചിറ്റൂർ വന്നു. ആ പ്രാവശ്യം പക്ഷേ മൂപ്പിൽ കുഞ്ഞമ്മുതാരുടെ മുമ്പിൽ വറക്കാതെ നിൽക്കാൻ കഴിഞ്ഞു. ഞാൻ നാണം കെടുത്തിയവരൊന്ന് ഭയന്നാവണം മണ്ണാർക്കാട്ടെ മണ്ണിൻ്റെ കാര്യം പറഞ്ഞു. പോയി അവിടെ പുറത്തോളാൻ അനുവാദവും തന്നു. പടുമുള മുളയ്ക്കാത്ത പാറമണ്ണിൽ കൃഷി നടത്തി ജീവിച്ചു പോരായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആലിയാണോ രാഘവനാണോ എന്നറിയാതെ മനസ്സ് വിഷമിക്കുമ്പോൾ ദൈവങ്ങളെ വിളിക്കുമല്ലോ, അപ്പോഴും ഈ കൺഫ്യൂഷനാണ്. ഇപ്പൊ ഈ ഗിരിയുടെ ആളുകളുടെ തല്ല് കൊള്ളാൻ അതെങ്ങനെ? അത് ഇദ്ദേഹത്തിന് രക്തം കൊടുത്തതും അന്നത്തെ SP ഓഫീസ് ഉപരോധത്തിന് കൂടെ നിന്നതും ഒന്നും ഇഷ്ടമായിട്ടില്ല അവന്. ഇനി എന്താ പ്ലാൻ? വീണ്ടും പൊന്നാനിക്ക് പോകുന്നു? ഓടണ്ട, ട്രെയിനുണ്ട്, റോഡും മോശമല്ല. അവകാശം പിടിച്ചു വാങ്ങാൻ മാത്രമുള്ള ശക്തിയൊന്നും എനിക്കില്ല. കൊല്ലാൻ മടികാട്ടാത്തവരോട് ഞാനെന്ത് കാണിക്കാനാ? ഏതെങ്കിലും നാട്ടിൽ പോയി അറിയാവുന്ന പണിയെടുത്ത് കഴിഞ്ഞോളാം. കിട്ടേണ്ടത് മകൻ എന്ന അംഗീകാരമാണ്, അർഹിക്കുന്ന പങ്കും. രണ്ടും കിട്ടണം. അത് നേടിയെടുക്കാനുള്ള സമരത്തിൽ ആലി എന്ന രാഘവ നിങ്ങളോടൊപ്പം ഞാനുണ്ട്, എൻ്റെ പെരുമാൾപുരവും. എന്നാ ഞാൻ കുഞ്ഞമ്പു നായരുടെ മുമ്പ് തലയുയർത്തി നിൽക്കും. ഇനി ഇതാണ് വീട്. മുറയനുസരിച്ച് എനിക്ക് ജ്യേഷ്ഠനാണ്. അതൊരു വലിയ അംഗീകാരമാണ്. മാനെ കാട്ടി, നാളെ ഒരു ദൂരയാത്രയുണ്ട്. വണങ്കാമുടി എന്ന പേരിന് തല താഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം. ആ പേര് അവൻ മാറ്റേണ്ട സമയമായി.